ഉലുവ വച്ചിട്ടുണ്ടല്ലോ. ജെല്ല് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നോക്കിക്കേ. ഒരു മാസം വരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. മുടി നല്ല ഉള്ളോടെ നല്ല കരുത്തോടെ നല്ല പനകൊല പോലെ വളരും കേട്ടോ. പിന്നെ ഈ ഒരു ജെല്ല് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. പ്രായം ചെല്ലുന്നതിനേക്ക് മുൻപ് തന്നെ സ്കിന്ന് ഇങ്ങനെ ചുളിവുകളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ ഫേസ് മസാജറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. ഹെയർ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്തോ. അപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടോ കേട്ടോ. അപ്പോൾ തലേന്ന് നമ്മളുണ്ടല്ലോ ഉലുവ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ. അപ്പം മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും താരം മാറാനും മുടി വളരാനും ബെസ്റ്റാണ്. അപ്പം നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉലുവ ചേർത്തപ്പം കൂടുതൽ ജെല്ല് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടു എന്നുണ്ടെങ്കിലും പിന്നീട് 2 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം ഏകദേശം 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസ്മേരി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റോസ്മേരി ലീഫ് ഉണ്ടല്ലോ ഈ കഷണ്ടിയിൽ പോലും മുടി കിളിർക്കും. കാരണം സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. മുടി നല്ല രീതിയിൽ എളുപ്പത്തിൽ വളരുകയും ചെയ്യും. മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഈ ഒരു റോസ്മേരി നല്ലതാണ്. അപ്പം 1 സ്പൂൺ റോസ്മേരിയും ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇതാ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു മണത്തോട് കൂടിയിട്ടുള്ള എൻ്റെ ഒരു ഉലുവയുടെ സിറം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനായിട്ടും ബെസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കി കൊടുക്കാവേ. അപ്പം ഇതുപോലെ ഒരുപാട് പിന്നെ വെള്ളം ചേർക്കണ്ട. നമ്മൾ ആ ഒഴിച്ച് വെച്ചേക്കുന്ന വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ തേങ്ങ ഒരുപാട് തേങ്ങ വേണ്ട. കുറച്ചൊരു 4-5 കൊത്ത് തേങ്ങ ഇതുപോലെ എടുക്കാം. തേങ്ങാപ്പാൽ അറിയാലോ, മിക്കവാറും തന്നെ പണ്ടൊക്കെ തലേ തേച്ചുകൊണ്ടിരുന്ന മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറാനായിട്ടും മുടി നല്ല പന പോലെ വളരാനായിട്ടും തേങ്ങാപ്പാൽ തല തേക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 5-6 കൊത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം മഴക്കാലമാണ് നമുക്കറിയാലോ. അപ്പം നീർക്കെട്ട് വീഴാതിരിക്കാൻ കരിഞ്ചീരകം നല്ലതാണ്. അത് മാത്രമല്ലാണ്ട് മുടിക്ക് നല്ല കറുപ്പും കരുത്തോടു കൂടി വളരാനായിട്ട് കരിഞ്ചീരകം എണ്ണയിലൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ ജെല്ലിലിടുക കേട്ടോ. ഒരു സ്പൂൺ ഇട്ടോ. എന്നിട്ട് ഒരു നുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ നിങ്ങൾ അരച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ജെല്ലി ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു തുണിയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മൾ പഴയ ഷിഫോണിൻ്റെ ഷോളോ അല്ലെ അമ്മമാരുടെ സാരിയുടെ പീസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇതുപോലെ ഒരു നുള്ള വെള്ളം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജെല്ലി പോലെ കിട്ടത്തില്ല. ഒരു വെള്ളമായിട്ട് ലൂസായിട്ടിരിക്കും. അപ്പം ഒരുപാട് വെള്ളം ചേർക്കാണ്ട് ഞാനിപ്പോൾ ഈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നിങ്ങളിങ്ങനെ അരിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ ഇത്തിരി എന്നാൽ ആദ്യം തന്നെ ഇങ്ങനെ മുക്കി പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പം നല്ലൊരു ക്രീമി നമ്മൾ അലോവേര ജെല്ലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കാണ്ട് ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് വെച്ചിട്ടൊന്ന് ഞൊലച്ച് കൊടുത്ത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് കാണിച്ചു എന്നുള്ളൂ. പക്ഷേ ഒരു 15-20 മിനിറ്റ് നേരം കൊണ്ട് ഞാൻ ഇത് പിഴിഞ്ഞെടുത്തേട്ടോ. അപ്പം നമ്മൾ ഈ ജെല്ല് ഇത്തിരി വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിഴിയുമ്പം അതിൽ നിന്ന് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ജെല്ല് ഇങ്ങനെ ഊർന്ന് വരും. ഉലുവയുടെ നല്ല ഒറിജിനൽ ജെല്ല് ഊർന്ന് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ചണ്ടി ഞാൻ കാണിച്ചിട്ട് വെള്ള കളർ ഒരു പൊടി പോലെ ഇത് കണ്ടു. ഇത് നമ്മൾ അരിച്ചെടുക്കാണ്ടിരിക്കുമ്പം ഈ പൊടി മൊത്തം നമ്മുടെ തലയിലിരിക്കും. ഈ തലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തലയുടെ സ്കാൽപ്പിൽ ചൊറിച്ചിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങളൊന്ന് അരിച്ചെടുക്കുക. ഇത് നമുക്ക് ഒരു മാസത്തോളം കൂടി ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാനായിട്ട് നിങ്ങളിത് ഒരു മോര് പോലെ ഒരു പിരിഞ്ഞ് പോലെയാണ് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറിൽ അങ്ങനെ കറക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഒരു തിക്കായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒന്നും കൂടെ സെറ്റായി നല്ലൊരു ജെല്ലിയായിട്ട് വരും കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മളിന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മാസമൊക്കെ കേടാവാതിരിക്കാനായിട്ടുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കാം. ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഇത് കേടാവാതിരിക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആവാൻ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കിന്നിൽ വർദ്ധിക്കാൻ നല്ലതാണ്. ഹെയറിലും നല്ലതാണ്. അപ്പം നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ജെൽ ഉണ്ടാക്കിയെടുത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ക്യാപ്സൂളിന് പകരം 2 ക്യാപ്സൂളൊക്കെ കിട്ടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോയുടെ വേണമെങ്കിൽ ലിങ്ക് ഇട്ടുതരാം. ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂളൊക്കെ ഓഫർ പ്രൈസിലുണ്ട് കേട്ടോ. 50 100 100 രൂപയ്ക്ക് വില വരുന്നുള്ളൂ. അപ്പം ലിങ്ക് വേണ്ടവരൊന്ന് ചോദിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു എണ്ണം പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യാതെ ഇങ്ങനെ തേക്കുകയാണെങ്കിൽ ഫേസിലും തേച്ച് കൊടുക്കാം. തലയിൽ നിങ്ങൾ ബോയ്സിനൊക്കെ ഇങ്ങനെ കണ്ടീഷണറായിട്ട് ഇങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിടക്കും. അപ്പം കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ താടി മീശയിലൊക്കെ തേച്ച് കൊടുക്കാൻ ധൈര്യമായിട്ട് മുടി നല്ല രീതിയിൽ മുഖത്തൊക്കെ താടിയിലും മീശയിലൊക്കെ നല്ല കട്ടിക്ക് മുടി വളരും. തലമുടിയിലും നല്ലൊരു ഇതായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി ഫേസിൽ തേക്കണം എന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യേണ്ട ഒരു നുള്ളി വേണമെങ്കിൽ മാറ്റി വെച്ചോ.
കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലയിലട തേക്കാവുള്ളൂ, മുഖത്തുകൊണ്ട് തേച്ചേക്കരുത്. ഫ്രിഡ്ജിലെടുത്ത് എന്താ ഇതുപോലെ ഒരു ടിന്നിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഇതുപോലെ ഒരു ജെല്ലി പരുവത്തിൽ കിട്ടും. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളമൊക്കെ കുറച്ചാണ് പിഴിഞ്ഞെടുത്തതെങ്കിൽ കറക്റ്റ് ആ ഒരു അലോവേര ജെല്ല് പോലെ തന്നെ നമുക്ക് കിട്ടിയാനേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നേരം തലയിൽ തേച്ച് പിടിപ്പിക്കരുത്. തലയിൽ തേക്കുക, എണ്ണ തേക്കുക, തലയിൽ കയറുക, ഷാമ്പൂ സോപ്പ് ഇട്ട് കഴുകി കളഞ്ഞു. ഒരുപാട് നേരം തലയിൽ പിടിപ്പിക്കേണ്ട, തണുപ്പാണ് കേട്ടോ. അപ്പം തണുപ്പുള്ളതുകൊണ്ടാണ് മുടി വളരുന്നതും. അപ്പം നീർക്കെട്ടുള്ള ആളുകൾ ഒരുപാട് നേരം തലയിൽ തേച്ച് പിടിപ്പിക്കാണ്ട് പെട്ടെന്ന് പോയി അങ്ങോട്ട് കഴുകിക്കും, മുടി നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.